ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ഐസി മൂൺ ഐസ്ക്രീം, a Janata Charitable Society product. മീറ്റർ പ്രവർത്തിപ്പിച്ച് ഓട്ടം നടത്താത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്ര സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഗതാഗത വകുപ്പിന്റെ വികലമായ ഉത്തരവിനെതിരെ പയ്യന്നൂരിലെ സർവകക്ഷി ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. യാത്രക്കാരോട് ഈടാക്കാൻ അർഹതപ്പെട്ട യാത്രാ ചാർജ് മീറ്ററിൽ കാണാൻ സൗകര്യമൊരുക്കി വേണം ഇത്തരം ഒരു തലതിരിഞ്ഞ സ്റ്റിക്കർ പതിക്കാൻ തീരുമാനമെടുക്കേണ്ടതെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കോർപ്പറേഷൻ ഒഴികെയുള്ള മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഗസറ്റ് വിജ്ഞാപനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒറ്റവാക്കിൽ മീറ്ററിന്റെ പകുതിയും എന്ന് പറയും. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഒരു ഓട്ടോ, പയ്യന്നൂരിലെ ഒരു ഓട്ടോ ഒരാൾ കയറി 100 രൂപയുടെ ദൂരത്തിലെത്തി, മീറ്ററിൽ 100 രൂപ കാണിക്കുന്നു. ന്യായമായും ഞങ്ങൾക്ക് 135 രൂപ വാങ്ങാൻ അവകാശമുണ്ട്. ആ അവകാശം ആ ഗസറ്റ് വിജ്ഞാപനത്തിലുണ്ട്. ഇതൊന്നും ഈ തലക്ക് കഴിവില്ലാത്ത ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആദ്യം മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ബാനറിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, യാത്രക്കാരനോട് ഈടാക്കേണ്ടുന്ന തുക എത്രയാണോ അത് മീറ്ററിൽ കാണിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരായിട്ട് സർക്കാർ തലത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ട പോലെ അതിനനുസരിച്ചുകൊണ്ട് മീറ്ററിൽ ചാർജ് നിശ്ചയിച്ചു വരികയാണെങ്കിൽ, ചാർജ് അതിനകത്ത് കൊണ്ടുവരികയാണെങ്കിൽ, 1 ലക്ഷം മീറ്റർ കഴിഞ്ഞാൽ, നിശ്ചിത കിലോമീറ്റർ കഴിഞ്ഞാൽ, മിനിമം ചാർജ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാർജിന്റെ പകുതി കൂടെ വാങ്ങാൻ അല്ലെങ്കിൽ ലഭിക്കാൻ നിയമപരമായിട്ട് തൊഴിലാളികൾക്ക് അർഹതയുണ്ട് എന്നതുകൂടി സ്വാഭാവികമായിട്ടും ഈ മീറ്ററിനകത്ത് കൊണ്ടുവരികയാണെങ്കിൽ തൊഴിലാളികൾക്ക് ഒരു പ്രയാസവുമില്ലാതെ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി കഴിയും. കാരണം മാന്യമായ നിലയിൽ കൂലി വ്യവസ്ഥ അതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് അത് കഴിയുക എന്നതാണ്. പക്ഷെ ഇപ്പോഴില്ല, ഈ മീറ്ററിനകത്ത് ആ സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോഴില്ലല്ലോ. പകരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മീറ്ററ് പ്രവർത്തിക്കാത്ത ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ ചാർജ് കൊടുക്കുന്നില്ല എന്നൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത് എന്നതാണ്. AP നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ യൂണിയൻ നേതാക്കളായ UV രാമചന്ദ്രൻ, VK ബാബുരാജ്, MP പ്രഭാകരൻ, P രാമകൃഷ്ണൻ, PV പത്മനാഭൻ, KV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Could this be a moment? Got it! One of the great catches! Under pressure! You will never see! My goodness gracious me! മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.